വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന എടക്കര സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക നടത്തിപ്പ് സംവിധാനം വളരെ ഫലപ്രദമാണെന്നും ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ട്രഷറി സംവിധാനമാണ് കേരളത്തിന്റേതെന്നും മന്ത്രി. വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കമായി. പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നും ഇലക്ട്രിക് സാധനങ്ങൾ മോഷണം പോകുന്ന സംഭവം. ചുള്ളിയോട് സ്വദേശികളായ 2 പേരെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രേക്ഷകരെ, വിശദമായ വാർത്തകളിലേക്കാണ്. വിവിധ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ ഇന്ന് നമ്മുടെ മേഖലയിലൊക്കെ നടക്കുകയുണ്ടായി. എടക്കരയിൽ സബ് ട്രഷറിയുടെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം, വണ്ടൂരിൽ പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം, പോരൂരിൽ പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തുടങ്ങിയവയൊക്കെ ഇന്ന് നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം വാർത്തകളുടെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന എടക്കര സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനിലൂടെ നിർവഹിച്ചു. കേരളത്തിൻ്റെ ട്രഷറി സംവിധാനം വളരെ മികച്ചതാണെന്നും ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ട്രഷറി സംവിധാനമാണ് കേരളത്തിൻ്റെതെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 2014 മുതലാണ് എടക്കര മേനോൻകുട്ടി ബൈപ്പാസ് റോഡിലെ വാടക കെട്ടിടത്തിൽ എടക്കര സബ് ട്രഷറി പ്രവർത്തനം ആരംഭിച്ചത്. എടക്കര, വഴിക്കടവ്, ചുങ്കത്തറ, മൂത്തേടം, പോത്തുകല്ല് എന്നീ ഗ്രാമപഞ്ചായത്തുകളും അതിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളുമാണ് ഈ ട്രഷറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവിലാണ് 2500 സ്ക്വയർ ഫീറ്റിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ നടന്ന പരിപാടിയിൽ ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. മധ്യമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ PR സിന്ധു, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബോബി C മാമ്പ്ര, ദീപ ഹരിദാസ്, MM ജോസ്, TK ഹഫ്സത്ത്, റംലത്ത് നെയ്തക്കോടൻ, എടക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് എരഞ്ഞിക്കൽ, മെമ്പർമാരായ P ജോസ്മി തോമസ്, KC ഷാഹുൽ ഹമീദ്, PK അബ്ദുൾ ഷമീർ, OT ജെയിംസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കെട്ടിടത്തിന് സ്ഥലം സൗജന്യമായി നൽകിയ IG സജി മോനെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. അസൗകര്യങ്ങളുടെ നടുവിൽ വീർപ്പുമുട്ടിയിരുന്ന വണ്ടൂർ പോലീസ് സ്റ്റേഷന് ഇനി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് വണ്ടൂർ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം പുതുതായി ഒരു കെട്ടിടം, ഏറ്റവും സൗകര്യത്തോടു കൂടിയുള്ള ഒരു കെട്ടിടം അതിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പോലീസ് സ്റ്റേഷൻ ജനങ്ങൾക്ക് കൂടി ബന്ധപ്പെടേണ്ട സ്ഥാപനമാണ്. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടിക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരു സംതൃപ്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം
ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള സർവീസ് ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും കടന്നു ചെല്ലുമ്പോഴുള്ള അല്ലെങ്കിൽ വരുമ്പോഴുള്ള മാനസികാവസ്ഥയായിരിക്കില്ല. അപ്പോൾ അത് എന്തുകൊണ്ടും പോലീസ് സ്റ്റേഷനായാലും അനുബന്ധമായ കാര്യങ്ങളായാലും അവിടെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവുക, നല്ല കെട്ടിടം ഉണ്ടാവുക, നല്ല റൂമുകൾ ഉണ്ടാവുക, നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും നല്ല കാര്യമാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഏറ്റവും ആധുനിക സംവിധാനത്തോടു കൂടി നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു പോലീസ് സ്റ്റേഷനായി മാറാൻ കഴിയും. എത്രയും പെട്ടെന്ന് ഇന്ന് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടം എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിലമ്പൂർ ഡിവൈഎസ്പി വി ലതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ മുബഷീർ, പഞ്ചായത്ത് അംഗം കെ വി സിന്ധു, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ടി എം നിധീഷ്, സബ് ഇൻസ്പെക്ടർ ടി എസ് വിഷ്ണു, എം നിയാദാസ് എന്നിവരും വിവിധ പ്രാദേശിക ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ആധുനിക രീതിയിലുള്ള ലോക്കപ്പുകൾ, സന്ദർശകർക്കുള്ള വിശ്രമമുറി, ഉദ്യോഗസ്ഥർക്കുള്ള സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ വിപുലമായ സംവിധാനങ്ങളോടെയാണ് പുതിയ മന്ദിരം ഒരുങ്ങുന്നത്. കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ വണ്ടൂരിലെ ക്രമസമാധാന പരിപാലനവും സേവനങ്ങളും കൂടുതൽ കാര്യക്ഷമമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മോഷണം പൂക്കോട്ടുംപാടം മേഖലയിൽ ഒരു വലിയ സംഭവമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേരെയാണ് ഇപ്പോൾ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർമ്മാണം നടക്കുന്ന വീടുകളിലെത്തി അവിടെയുള്ള വയറിംഗ്, ഇലക്ട്രിക് സാധനങ്ങളാണ് ഇങ്ങനെ പ്രധാനമായും മോഷണം നടത്തിയിരുന്നത്. 2 യുവാക്കളെയാണ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നും ഇലക്ട്രിക് സാധനങ്ങൾ മോഷണം പോകുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിലായി. ചുള്ളിയോട് പരത ഒടുക്കൻ വീട്ടിൽ ജിത്തു എന്ന 28-കാരനെയും ചുള്ളിയോട് പരത നറുക്കിൽ ശ്രീജിത്ത് എന്ന 28-കാരനെയുമാണ് പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ ഓഫീസർ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന് തുമ്പായത്. SI-മാരായ ജെയിംസ്, അബ്ദുൾ നാസർ, SCPO KT നൌഷാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ ഇവരെ പിടികൂടിയത്. CCTV ഇല്ലാത്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണം നടത്തി വന്നിരുന്നത്. 3 വർഷമായി ഇത്തരത്തിൽ 22ഓളം സ്ഥലങ്ങളിൽ മോഷണം നടത്തിയതായി ഇവർ സമ്മതിച്ചിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് 2 ഇടങ്ങളിലായി സമാന രീതിയിൽ മോഷണം നടന്നു. പറയങ്കാട് KVVS തണൽ ഡയാലിസിസ് സെന്ററിന് സമീപം നിർമ്മാണത്തിലുള്ള മേലേടത്ത് ഹസ്കറിന്റെ വീട്ടിൽ മോഷണം നടത്തിയിരുന്നു. അച്ചാർ കമ്പനിയിലെ കല്ലെടുക്കിൽ ജോയിൽ ജോസിന്റെ വീട്ടിലും മോഷണം നടന്നു. പൂക്കോട്ടുംപാടത്തെ അറ്റുകുറ്റപ്പണി നടക്കുന്ന മസ്ജിദിലും മോഷണമുണ്ടായി. വയറിംഗ് പൂർത്തീകരിച്ച് സീലിംഗ് പ്രവൃത്തിയടക്കം കഴിഞ്ഞ വീടുകളിലാണ് ഇവർ മോഷണം നടത്തിയത്. കുറഞ്ഞ തുകയുടെ വയറുകളാണ് മോഷണം പോകുന്നതെങ്കിലും വീടുകളിൽ വീണ്ടും വയറിംഗ് ചെയ്യേണ്ട അവസ്ഥയിലാണ് വീട്ടുകാർ. ഒപ്പം സീലിംഗ് അടക്കമുള്ള ജോലികളും. ഇതിനാൽ മോഷണം പോയ സാധനത്തിനേക്കാൾ ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ് ഉടമകൾക്ക് ഉണ്ടാവുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരെ പിന്നീട് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പിടിയിലായവരിൽ ഒരാൾ ടൈൽസിന്റെ ജോലി ചെയ്യുന്ന ആളാണ്. വീടുകൾ കണ്ടുവച്ച് മോഷണം നടത്തുന്നതാണ് രീതി. എന്നാൽ പറയങ്കാടിലേതടക്കം പല കേസുകളും ഇവർ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമാന രീതിയിൽ മോഷണം നടത്തുന്ന മറ്റാരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച അത്യാധുനികമായ സ്കൂളിന്റെ കെട്ടിടം ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിലൂടെ നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഈ കെട്ടിടം നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുവാൻ തീർച്ചയായും സഹായിക്കും. വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നത് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. മനോഹരമായ ക്ലാസ് മുറികളും ലാബുകളും കുട്ടികളിൽ പഠനത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കും. ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും ലഭ്യമാക്കുക എന്നതാണ് നാം വിഭാവന ചെയ്യുന്നത്. വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനോഹരമായ ക്ലാസ് മുറികളും ലാബുകളും കുട്ടികളിൽ പഠനത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുമെന്നും
ലോക നിലവാരമുള്ള വിദ്യാഭ്യാസം ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും ലഭ്യമാക്കുക എന്നതാണ് നാം വിഭാവനം ചെയ്യുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചെറുകോട് അങ്ങാടിയിൽ ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായത്. കിഫ്ബി ഫണ്ട് 1,30,00,000 രൂപ ചെലവഴിച്ചാണ് ഇരുനിലകളിലായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് റൂമുകൾ ഉൾപ്പെടുന്ന പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ AP അനിൽകുമാർ MLA കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അമൃത, പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K. കാമിലാമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CP ഉണ്ണിച്ചാത്തൻ, പഞ്ചായത്ത് അംഗങ്ങളായ K. സിന്ധു, ഷബാന ഗലീൽ, വിദ്യാകിരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി, AEO K. പ്രേമാനന്ദ്, BPC ഷൈജി T. മാത്യു, സ്കൂൾ പ്രിൻസിപ്പൽ KP സുനിൽ, സ്കൂൾ PTA പ്രസിഡന്റ് സമീർ മമ്പാടൻ, SMC ചെയർമാൻ MK സിദ്ദീഖ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് PK ഗീത തുടങ്ങിയവർ സംസാരിച്ചു. പ്രേക്ഷകരെ, വാർത്തകളിലേക്ക് തിരിച്ചുവരാൻ ഒരു ചെറിയ ഇടവേള. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കായി ഒരു സംഗമം സംഘടിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി എഗ്രിമെന്റ് വെച്ച 584 ഗുണഭോക്താക്കളിൽ ബാക്കി തുക ലഭിക്കുവാനുള്ള 380 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഒരു സംഗമം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ ഹാളിൽ നടന്ന ഈ ഒരു സംഗമം വണ്ടൂർ MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തുക വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടാണ് നിങ്ങൾക്ക് ലഭ്യമാവുക. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു 1,60,000 രൂപ ലഭ്യമാകുന്നവരുണ്ട്, അതല്ലാതെ ലഭിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും പണി പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ തുക മുഴുവനായിട്ട് ലഭ്യമാണ്. നമുക്കറിയാം, ഇത് ഗ്രാമപഞ്ചായത്ത്, അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിഹിതം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ 1,00,000 രൂപയുടെ വിഹിതമുണ്ട്. ബാക്കി പഞ്ചായത്തിന് ലോൺ എടുത്താണ് ഈ ഒരു പദ്ധതി പൂർണ്ണമായി നടപ്പാണ്. അതുപോലെ നമുക്കറിയാം, 4 ലക്ഷം എന്ന് പറയുമ്പോൾ അത് വളരെ ചെറിയ തുകയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം ഒരു വീട് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സാധനങ്ങളിലും വില വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് 4 ലക്ഷം കൊണ്ടൊരു വീട് പണിയാൻ പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ
പഞ്ചായത്തിനും ഗവൺമെന്റിനും ഒക്കെ അതിന്റെ പരിമിതികൾക്ക് അകത്തുനിന്നുകൊണ്ടാണ് സഹായിക്കാൻ കഴിയും. നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി തുക ലഭിക്കുവാൻ ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും ഉറപ്പാക്കുകയായിരുന്നു സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത, വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ടി ഷാഹുൽ ഹമീദ്, നിഷ കെ മാധവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിറാജ് തുള്ളിശ്ശേരി, സി ടി ചെറി, ടി ഉമ്മർകുട്ടി, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, വി.ഒ. സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. മമ്പാട് പഞ്ചായത്തിലെ മുണ്ടേങ്ങര മുതൽ വീട്ടിക്കുന്ന് വരെയുള്ള യാത്ര ഇനി കൂടുതൽ സുഖകരമാകും. പ്രദേശവാസികളുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് റോഡ് നവീകരണത്തിനായി 17 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എ.പി. അനിൽകുമാർ എം.എൽ.എ. അറിയിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് റോഡ് നവീകരണത്തിന് ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നത്. മമ്പാട് പഞ്ചായത്തിലെ മുണ്ടേങ്ങര പുള്ളിപ്പാടം ഓടായിക്കൽ റോഡ് 15.5 കിലോമീറ്റർ നീളമുള്ള റോഡിന് അതിൻ്റെ നവീകരണ പ്രവൃത്തിക്ക് 5.5 മീറ്റർ വീതിയിൽ റബ്ബറൈസ്ഡ് ചെയ്യുന്നതിന് വേണ്ടി 16,99,40,000 രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. 15.5 കിലോമീറ്ററിൽ 2 കിലോമീറ്റർ നേരത്തെ തന്നെ ഞാനത് PWD ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച് 2 കിലോമീറ്റർ പ്രവൃത്തി നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. ബാക്കി വരുന്ന 13.5 കിലോമീറ്ററിനാണ് ഏതാണ്ട് 17 കോടിയോളം രൂപ അനുവദിച്ചിട്ടുള്ളത്. അതിന് ഭരണാനുമതിയായി ടെക്നിക്കൽ സാങ്ഷനും കാര്യങ്ങളൊക്കെ ഉടൻ ലഭ്യമാകും. എത്രയും പെട്ടെന്ന് തന്നെ അതിന് ടെൻഡർ നടപടികൾ ചെയ്യാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മമ്പാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ഇത്. ഞാൻ MLA ആയ ഉടനെയാണ് മുണ്ടേങ്ങര പുള്ളിപ്പാടം ഓടായിക്കൽ റോഡ് അത് സാധാരണ റോഡാക്കി മാറ്റിയത്. മുമ്പ് അവിടെ റോഡിൻ്റെ പ്രവൃത്തി ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും നല്ല റോഡാക്കി മാറ്റിയത് അന്നായിരുന്നു. ഇപ്പോഴത് റബ്ബറൈസ്ഡ് റോഡാക്കി മാറ്റുകയാണ്. ഈ പ്രവൃത്തിയിലൂടെ ആ പ്രദേശത്ത് ഗതാഗത രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. മുണ്ടേങ്ങര പുള്ളിപ്പാടം ഓടായിക്കൽ വീട്ടിക്കുന്ന് റോഡിന്റെ നവീകരണത്തിനാണ് ഇപ്പോൾ പച്ചക്കൊടി ലഭിച്ചിരിക്കുന്നത്. ആകെ 15.5 കിലോമീറ്റർ നീളമുള്ള ഈ പാത മലയോര മേഖലയിൽ പ്രധാന യാത്രാമാർഗങ്ങളിൽ ഒന്നാണ്. ഇതിൽ 2 കിലോമീറ്റർ ഭാഗം കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി നേരത്തെ തന്നെ BM&BC നിലവാരത്തിൽ നവീകരിച്ചിരുന്നു. ബാക്കി വരുന്ന 13.5 കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആധുനിക നിലവാരത്തിലേക്ക് മാറ്റുന്നത്. റോഡ് പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ ഗതാഗത തടസ്സങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും MLA വ്യക്തമാക്കി. റംസാൻ മാസമാണ്. ഇഫ്താർ സംഗമങ്ങളൊക്കെ നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലും ഒരു ഇഫ്താർ സംഗമം നടന്നു. പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ ഇഫ്താർ വിരുന്നാണ് ഭരണസമിതി സംഘടിപ്പിച്ചത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് സൗഹൃദത്തിന്റെയും ഒത്തൊരുമയുടെയും വേദിയായി മാറി. പുതിയ ഭരണസമിതിക്ക് കീഴിൽ നടത്തുന്ന ആദ്യ ഇഫ്താർ വിരുന്ന് വലിയ വിജയമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത പറഞ്ഞു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, വൈസ് പ്രസിഡന്റുമാർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ എന്നിവർക്ക് പുറമെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തില് പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഇഫ്താറാണിത്. ഇത് വളരെയധികം ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. വാണിയമ്പലം റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരും സ്ഥലം MLAയും അനാസ്ഥ കാണിക്കുകയാണെന്ന് ആരോപിച്ച് യുവമോർച്ച രംഗത്തെത്തി. കേന്ദ്ര റെയിൽവേ വകുപ്പ് മേൽപ്പാല നിർമ്മാണത്തിനാവശ്യമായ തുക അനുവദിച്ചിട്ടും സർക്കാരും MLAയും ഇതിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് യുവമോർച്ച രംഗത്തെത്തിയത്. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർച്ച് 5-ന് രാവിലെ 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടൂരിൽ നിന്നും പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരും വണ്ടൂർ മണ്ഡലം MLAയും മനഃപൂർവ്വം അനാസ്ഥ കാണിക്കുന്നുവെന്ന് ആരോപിച്ച് യുവമോർച്ച രംഗത്ത്. കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി പൂർണ്ണ തുക അനുവദിക്കുവാൻ തയ്യാറായിട്ടും രാഷ്ട്രീയ ലാഭത്തിനായി പദ്ധതി അട്ടിമറിക്കുവാനാണ് നീക്കമെന്ന് യുവമോർച്ച ഭാരവാഹികൾ ആരോപിച്ചു. ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് 5-ന് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക്
വണ്ടൂർ മുതൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ വരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ നമ്മൾ വണ്ടൂരിൽ നിന്നും ഈ റാലി തുടങ്ങി വാണിയമ്പലം റെയിൽവേ വരെ ഈ ജാഥ നയിച്ചു പോകുന്നതാണ്. അവിടെ നിന്ന് നമ്മളൊരു പൊതുപരിപാടിയായിട്ട് അതിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വരുൺ പ്രസാദ് സംസാരിക്കുന്നതാണ്. അതേപോലെ തന്നെ മുഖ്യ പ്രഭാഷകനായി നമ്മുടെ PR രശ്മിൽനാഥ് അവർ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നതുമാണ്. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ പ്രസാദ് റാലി ഉദ്ഘാടനം ചെയ്യും. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. വാണിയമ്പലത്ത് നിലവിൽ 7ഓളം ട്രെയിനുകൾ സർവീസ് നടത്തുന്ന പാതയിൽ ഒരു ദിവസം 16 തവണയാണ് ഗേറ്റ് അടച്ചിടുന്നത്. ഇത് പ്രദേശത്ത് കടുത്ത ഗതാഗത കുരുക്കിനാണ് കാരണമാകുന്നത്. പദ്ധതിയുടെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ വഹിക്കാമെന്ന് അറിയിച്ചിട്ടും ഇതിനാവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ വണ്ടൂർ MLAയും സംസ്ഥാന സർക്കാരും വൈമുഖ്യം കാണിക്കുകയാണെന്ന് യുവമോർച്ച ആരോപിക്കുന്നു. പാലം യാഥാർത്ഥ്യമായാൽ അതിന്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനും BJPക്കും ലഭിക്കുമെന്ന ഭയമാണ് ഈ അവഗണനയ്ക്ക് പിന്നിലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. നമ്മുടെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് ഇതിന് 20,90,00,000 രൂപ മാറ്റിവെച്ചിട്ടുള്ളതാണ്. അത് ഇവിടെ നല്ല രീതിയിൽ വിനിയോഗിച്ച് ഇവിടെ മേൽപ്പാലം കൊണ്ടുവരാൻ കഴിയാത്തത് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒരു അനാസ്ഥയായിട്ടാണ് നമുക്ക് കണക്കാക്കുന്നത്. ഇതിനൊരു മാറ്റം വരുത്തണം, ഇതിനെതിരെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് യുവമോർച്ച ശക്തമായിട്ട് തന്നെ ഇതിന് പ്രതിഷേധിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ സായി, ജില്ലാ ജനറൽ സെക്രട്ടറി P സനീഷ്, V സന്തോഷ്, CP വിശാഖ്, EM ബാലകൃഷ്ണൻ, P അരുൺ എന്നിവർ പങ്കെടുത്തു. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന എടക്കര സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക നടത്തിപ്പ് സംവിധാനം വളരെ ഫലപ്രദമാണെന്നും ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ട്രഷറി സംവിധാനമാണ് കേരളത്തിന്റേതെന്നും മന്ത്രി. വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കമായി. പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നും ഇലക്ട്രിക് സാധനങ്ങൾ മോഷണം പോകുന്ന സംഭവം. ചുള്ളിയോട് സ്വദേശികളായ 2 പേരെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രേക്ഷകരെ, ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.